പ്രൈസ് ദ ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ദൈവമായ കർത്താവ് അടിമത്തത്തിൻ്റെ നുകമായ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയപ്പോൾ തൻ്റെ പരിശുദ്ധ കരത്തിൽ അവരെ വഹിച്ചിരുന്നു. ഇത് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഒരു ആനന്ദമുളവാക്കുന്ന കാര്യമാണ്. കാരണം ദൈവം തൻ്റെ പദ്ധതി മെനയുമ്പോൾ തൻ്റെ ജനത്തെ എത്രയോ പരിപാലിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു വചനഭാഗമാണ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, അതായത് ഫറവോയുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് കനാൻ ദേശത്തേക്കുള്ള യാത്ര. 40 സംവത്സരം ദൈവമക്കളെ തൻ്റെ പരിപാലനയിൽ സമ്മതിച്ച ദൈവത്തിൻ്റെ കരുതലും കരുണയും ശക്തിയും എത്രയോ മഹത്തരമായ കാര്യമാണെന്ന് തിരുവചനം വഴി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇതുപോലെ അടിമത്തത്തിൻ്റെ നുകം പേറുന്ന ഒരു തലമുറ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ സമൂഹങ്ങളിലോ ഒക്കെ കണ്ടുവരുന്ന നമ്മളെ തകർക്കുന്ന തിന്മയുടെ ആധിപത്യങ്ങളും പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങളും അനേകം വ്യക്തികളെ, കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ശക്തമായ ചില പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ശക്തമായ ചില വ്യക്തികൾ, അല്ലെങ്കിൽ ശക്തമായ ചില സാന്നിധ്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ യുവജനങ്ങളെ, അല്ലെങ്കിൽ മുതിർന്നവരാകാം, അവരെ വഴിതെറ്റിക്കുന്ന ഒരു സാഹചര്യങ്ങൾ. അത് വഴിതെറ്റിക്കുന്നത് നമുക്കറിയാം, ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവല്ല, അത് ഒരു തിന്മയുടെ ശക്തിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കാരണം ദൈവം സ്നേഹമാണ്. അവൻ ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല, നമ്മളെ വിട്ടുകളയുകയില്ല. എന്നാൽ നമ്മളെ നശിപ്പിക്കുവാനും കൊല്ലാനും നടക്കുന്ന, അല്ലെങ്കിൽ മോഷ്ടിക്കാനും നടക്കുന്ന ഒരു തിന്മയുടെ സ്വാധീനം, അതിനെ തിരിച്ചറിയുവാൻ പ്രിയ സഹോദര സഹോദരി, നിങ്ങളെയും കർത്താവ് ഈ മണിക്കൂറിൽ ക്ഷണിക്കുക. കാരണം നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി ഉത്കണ്ഠപ്പെടുന്നവരാണ് നമ്മൾ. അവരെക്കുറിച്ച് നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചിന്തിക്കുവാനുണ്ട്. അവർ നല്ലൊരു പൊസിഷനിലേക്ക് എത്തണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു ആത്മീയ മനുഷ്യനായി മാറണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് മാതാപിതാക്കളാണുള്ളത്? അതേപോലെ നമുക്ക് തീഷ്ണതയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ തിന്മയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ, ഈ തിന്മയുടെ ശക്തിയിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ നമുക്ക് കരുത്തനായ ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനം 49 അധ്യായത്തിൻ്റെ 24-25 തിരുവചനം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്.